അവൾക്ക് കോഫി ഇഷ്ടമല്ല അല്ലേ? മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലേ? നീ എന്നെ സഹായിക്കും അല്ലേ? അവർ ഇതുവരെ എത്തിയില്ല അല്ലേ? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഈ അല്ലേ ഇല്ലേ ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതിനെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയും. ഇതെങ്ങനെ നമുക്ക് ഒരു സെന്റൻസിൽ അപ്ലൈ ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? വാ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അവൾക്ക് കാപ്പി ഇഷ്ടമല്ല അല്ലേ? അവൾക്ക് കാപ്പി ഇഷ്ടമല്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഷീ doesn't like coffee. ഷീ doesn't like coffee എന്നാണ് അവൾക്ക് കാപ്പി ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ doesn't കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്, doesn't. ഓക്കെ, അവൾക്ക് കാപ്പി ഇഷ്ടമല്ല. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. doesn't വന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ doesn't വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡസ് ഷീ എന്ന് എഴുതാം. അതായത് ഇതെടുത്തിട്ട് ഇങ്ങോട്ടിട്ടു, സബ്ജക്റ്റിനെ എടുത്ത് ഇവിടോട്ടിട്ടു. നെഗറ്റീവ് ആയിട്ടുള്ള ഇതെന്തോ വന്നു, പോസിറ്റീവായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലേ? മഴ പെയ്യുന്നുണ്ടെന്ന് എങ്ങനെ പറയുന്നത്? ഇറ്റ്സ് റെയിനിങ്. അതായത് ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സെന്റൻസിന്റെ മീനിങ്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പൊ എന്താ വരും? ഈസ് ആൻഡ് ഇറ്റ്. മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇറ്റ്സ് റെയിനിങ്, ഇസ്ന്റ് ഇറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് ഇന്ന് ഈ പ്രൊജക്ട് തീർക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഈ പ്രൊജക്ട് ഇന്ന് തീർക്കാൻ പറ്റും എന്നെങ്ങനെ പറയുന്നേ? നമുക്ക് വി ക്യാൻ കംപ്ലീറ്റ് ദിസ് പ്രൊജക്ട് ടുഡേ. We can complete this project today. നമുക്ക് ഇന്ന് ഈ പ്രൊജക്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്തിലെ ഓക്സിലറി വെർബ് എന്താണ്? ക്യാൻ ആണ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അത് നെഗറ്റീവ് ആവും. എന്തായിരിക്കും വരുന്നേ? കാണ്ട് ബി. നെഗറ്റീവ് ആയി കാണ്ട് ബി. നീ എന്നെ സഹായിക്കും അല്ലേ? നീ എന്നെ സഹായിക്കുമെന്ന് എങ്ങനെ പറയുന്നത്? നീ എന്നെ സഹായിക്കും. യു വിൽ ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കും. യു വിൽ ഹെൽപ്പ് മീ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് വിൽ ആണ് അല്ലെ? അപ്പൊ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? നെഗറ്റീവ് ആയിരിക്കും. വിൽ എന്തായി മാറും? വോണ്ട്. യു വിൽ ഹെൽപ്പ് മീ, വോണ്ട് യു? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണേ. ഓക്കെ, ഇനി അടുത്ത രണ്ടെണ്ണം നിങ്ങളുടെ ഹോംവർക്ക് ആണ്. അവർ ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഞാൻ താമസിച്ചു അല്ലേ? ഇത് ഉറപ്പായിട്ടും ഹോംവർക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക.